ഇന്നത്തേതൊരു പ്ലാൻ സ്റ്റൈലിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മളൊക്കെ ഇൻഡോറിലൊക്കെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും നല്ല ക്രിയേറ്റീവ് ആവും. അത്ര ക്രിയേറ്റീവ് ഒന്നും അല്ലെങ്കിലും കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് ഭംഗിയായി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഈസി ആയിട്ടും ഭംഗിയായിട്ടും സെറ്റ് ചെയ്യാനുള്ള 5 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത്. മുമ്പ് നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പല വിധത്തിലുള്ള ഡെക്കോർ പീസസുകളും അതേപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡ് കുറഞ്ഞു വന്നിട്ട് കൂടുതൽ പ്ലാന്റ്സ് കൊണ്ട് വീട് ഡെക്കർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഡെക്കർ ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അതൊന്ന് സെറ്റ് ചെയ്യണതിൽ ചെറുതായിട്ടൊരു ശ്രദ്ധ കൊടുത്താൽ മതി. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പ്, ഇൻട്രസ്റ്റിംഗ് കളേഴ്സും പാറ്റേൺസും ഷേപ്പൊക്കെ ഉള്ള ലീവ്സ് ഉള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യണം. അതിന് എക്സാമ്പിൾ കുറച്ചെണ്ണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫിലഡെൻഡ്രോൺ സനഡും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ലീഫിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയാണ്. ഇങ്ങനെ നല്ല ഡീപ്പായിട്ട് ലീഫ് മാർജിൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ സെറേറ്റഡ് ആയിട്ടുള്ള ലീഫ് മാർജിനാണ്. നേരെ മറിച്ച് നല്ല പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ കലാത്തിയ പോലെയുള്ള പ്ലാന്റ്സിനെടുത്താൽ പല ടൈപ്പ് പാറ്റേൺ അതിൽ കാണാം. പിന്നെ കളർ വെറൈറ്റി വരുന്നുണ്ടെങ്കിൽ അഗ്ലോണിമ പോലെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ ഫിലഡെൻഡ്രോണിലുണ്ട് പല കളർ ഷെയ്ഡ് വരുന്ന പ്ലാന്റ്സ്. ഇങ്ങനത്തെയൊക്കെ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു കളർ തീം അവിടെ വരും. പല കളർ ഇങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സ് വയ്ക്കുമ്പോൾ തന്നെ അവിടെ അത് ഹൈലൈറ്റ് ആവും ആ ഏരിയ. അപ്പോൾ ആദ്യത്തെ ടിപ്പ്, ഗോ ഫോർ ഡിഫറെൻറ്റ് കളർ, ഷേപ്പ് ആൻഡ് പാറ്റേൺ ഓഫ് ലീവ്സ്. രണ്ടാമത്തത്, നമ്മൾ ഈ സെലക്ട് ചെയ്ത പ്ലാന്റ്സിനെയൊക്കെ പല ഹൈറ്റിൽ വെക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ഹൈറ്റിലുള്ള ചെടികൾ വെക്കുന്നതിന് പകരം ഒന്ന് ഹൈറ്റിൽ നിൽക്കുന്ന പ്ലാന്റ്, എക്സാമ്പിൾ നമ്മളുടെ സ്നേക്ക് പ്ലാന്റ് പോലെ അത് ടോളായി ഹൈറ്റിൽ നിൽക്കും. അതിനടുത്ത് നമുക്ക് ഒരു ട്രെയിൽ ചെയ്യണ പ്ലാന്റ് വെക്കാം. ഫിലഡെൻഡ്രോൺ പോലെ ഹാങ് ചെയ്ത് താഴേക്ക് വരുന്ന ഫിലഡെൻഡ്രോൺ ബ്രസീലൊക്കെ ലീഫിൽ നല്ല കളറ്, ലീഫിൽ നല്ല പാറ്റേണും ഉണ്ട്. അതേപോലെ അത് ഹാങ് ചെയ്ത് താഴേക്ക് വരും ചെയ്യും. അപ്പോൾ താഴേക്ക് വരുന്നതും മുകളിലേക്ക് നിൽക്കണം. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് അതിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരേ ലെവലിലല്ല ഉണ്ടാവുക. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസിൽ വരും. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ വെക്കുമ്പോൾ തന്നെ നമുക്കത് മൾട്ടിപ്പിൾ ലെവൽസിൽ വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലൊക്കെ അറേഞ്ച് ചെയ്യാം. അതും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പല ലെവലിൽ വരും. പിന്നെ ചെറിയ സ്റ്റാൻഡുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഫ്ലോറിൽ തന്നെ കുറച്ച് ഉയർത്തി വെക്കാം. നിലത്ത് വെക്കുന്നതിന് പകരം ചെറിയ സ്റ്റാൻഡിൽ വെച്ചാൽ അതൊന്ന് ഹൈറ്റിലിരുന്നാൽ നല്ല ഭംഗിയാവും. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ കേസിലൊക്കെ പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഭംഗിയായിരിക്കുന്ന പ്ലാന്റ്സിനെ വേണം സെലക്ട് ചെയ്യാൻ. ഓരോ പ്ലാന്റിൻ്റെയും ലൈറ്റ് റിക്വയർമെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ പ്ലാന്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ പൊസിഷനിങ്ങും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പൊസിഷനിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് വേണം പ്ലാന്റിനെ പ്ലേസ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോളൂ, അതിനൊക്കെ റിപ്ലൈ തരാം. ഇനി മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ സെറ്റ് ചെയ്യണ പ്ലാന്റ്സിൻ്റെ പോട്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് പല വിധത്തിലുള്ള പോട്ട്സ് അവൈലബിൾ ആണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് വളരെ ചീപ്പായിട്ടുള്ള മുതൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പോട്ട്സും കിട്ടും. അപ്പോൾ ഏത് പോട്ടാണെങ്കിലും അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചൊരു പോട്ട് വേണം സെലക്ട് ചെയ്യാൻ. വലിയൊരു പോട്ടിൽ ചെറിയൊരു പ്ലാന്റ് സെറ്റ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. അത് എപ്പോഴും പ്ലാന്റ് വലുതാവുമല്ലോ വിചാരിച്ച് ആദ്യം തന്നെ വലിയ പോട്ടിൽ സെറ്റ് ചെയ്യരുത്. ചെറിയ പോട്ടിൽ ചെടി ഇരിക്കുന്നത് കാണാനാണ് ഭംഗി. പിന്നെ അതിൽ വളർന്ന് അതിന് സ്പേസ് ഇല്ലയെന്ന് തോന്നുമ്പോൾ നെക്സ്റ്റ് സൈസിലേക്ക് വേണം അതിനെ മാറ്റി നടാൻ. അപ്പോൾ ഈ വളരെ ചെറിയ പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു കയ്യിലൊതുങ്ങുന്ന പോട്ട് പോലും ഉണ്ട്. അത് മാഗ്നറ്റിക് പോട്ട് ഉണ്ട്. നമുക്ക് അത് ഫ്രിഡ്ജിൻ്റെ മുകളിലും ഒക്കെ അതിനെ ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമ്പിൻ്റെ സംഭവങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ. അങ്ങനത്തെ പോട്ട്സ് ഉണ്ട്. അതേപോലെ നമ്മൾ ഈ വാങ്ങിയ പോട്ടിൽ നിന്ന്, ഈ ബ്ലാക്ക് പോട്ടിൽ നിന്ന് ഒന്നൊരു ഫൈബർ പോട്ടാണെങ്കിൽ പോലും അതിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ പോട്ട് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കോസ്റ്റിലല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. ലൈറ്റ് കളറായിരിക്കും എപ്പോഴും ഭംഗി ഉണ്ടാവുക, വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ്. പിന്നെ ഇടയിൽ നമുക്ക് ഓരോന്ന് ഒരു കോൺട്രാസ്റ്റ് അപ്പിയറൻസ് വരാൻ വേണ്ടിയിട്ട് ഓരോ ഡാർക്ക് കളേഴ്സ് കൊടുക്കാം. അല്ലാണ്ട് പല കളറിലുള്ള പോട്ട്സിൽ സെറ്റ് ചെയ്യണേക്കാൾ ഭംഗി കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക ലൈറ്റ് കളർ പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോഴാണ്. നാലാമത്തെ പോയിൻ്റ്, നമ്മൾ പ്ലാന്റ്സിനെ വാങ്ങുമ്പോൾ ലോക്കൽ നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം ദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഓൺലൈനൊക്കെ ആയി പ്ലാന്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിലെത്തുമ്പോഴേക്ക് ചിലപ്പോൾ 4-5 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ ആ ട്രാൻസ്പോർട്ട് ചെയ്ത ഷോക്കും കാര്യങ്ങളൊക്കെ ആ പ്ലാന്റിനുണ്ടാവും. ആ സ്ട്രെസ്സ് കാരണം കൊണ്ട് പ്ലാന്റ് നല്ല
വീക്കായിരിക്കും ചിലപ്പോൾ. പിന്നെ അത് ഹെൽത്തി ആയി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ സറൗണ്ടിങ്സും കണ്ടീഷൻസും ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോൾ ചിലപ്പോൾ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോക്കൽ നഴ്സറികളിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതാണ്ട് ചുറ്റുവട്ടത്തുള്ള അതേ കണ്ടീഷൻസ് ആവുമല്ലോ. അപ്പോൾ അത് കൂടുതൽ സക്സസ് റേറ്റ് ഉണ്ടാവും അങ്ങനത്തെ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ 5ാമത്തെ പോയിൻ്റാണ് കറക്റ്റ് പൊസിഷൻ ചൂസ് ചെയ്യൽ. നമ്മൾ വീടിനകത്ത് എല്ലാ സ്പോട്ടിലൊന്നും ചെടികൾ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കണം, എവിടെ ഏത് ചെടിയെന്ന്. ചില ചെടികൾക്ക് വളരെ കുറഞ്ഞ ലൈറ്റ് മതിയാവും, അങ്ങനത്തെ ചെടികൾക്ക് അങ്ങനത്തെ പൊസിഷൻ കൊടുക്കാം. പക്ഷേ കണ്ണിനും അതേപോലെ നമുക്ക് കാണുമ്പോൾ അതൊരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിക്കലാണ് 5ാമത്തെ ടിപ്പ്. അങ്ങനത്തെ സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോറിലെ പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. കാണുമ്പോൾ തന്നെ ഹായ് എന്ത് ഭംഗി എന്നുള്ളത് നമുക്ക് തന്നെ ചെടികളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. എപ്പോഴും നമ്മളൊരു ചെടിയെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്താൽ അത് കാണുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം ഉണ്ടാവും. എനിക്കങ്ങനെ സന്തോഷം തോന്നാറുണ്ട്, നിങ്ങൾക്കും അതുപോലെ തോന്നുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.